ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നൂഡിൽസ് റെഡിയാക്കാൻ പോണ. നിങ്ങൾ നൂഡിൽസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്കും കിടിലനാണ് ഈ നൂഡിൽസ്. 4-5 ചിക്കൻ കഷ്ണം എടുത്തിട്ടുണ്ട്. നല്ല വലിയ പീസായിട്ട് ബോണോട് കൂടിയാണ് എടുത്തേക്കണേ. വേവിച്ചതിന് ശേഷം നമുക്ക് ബോൺ ഇതിന്ന് മാറ്റാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഈ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് നാരങ്ങ നീര്, 1 ടീസ്പൂൺ ഓയിൽ. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടച്ചു വെച്ച് ഒരു വിസിൽ വിട്ടെടുക്കാം. ഒരു വിസിൽ വരുമ്പോഴേക്ക് നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളക്കട്ടെ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടുണ്ട്. ആ സ്റ്റോക്ക് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ അതിൽ ഉപ്പ് നല്ലോണം ഉണ്ടാവും. ഇതിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറവ് മാത്രം ഇടുക കേട്ടോ. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഗോതമ്പ് നൂഡിൽസോ മൈദ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വീറ്റാണ് എടുത്തേക്കണേ. അതിൻ്റെ ഒരു ലെയർ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റിൽ 2 ലെയറാണ് ഉണ്ടാവുക. ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അഞ്ച് മിനിറ്റ് നമ്മൾ തിളപ്പിച്ചു. ഇത് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഉണ്ടാക്കി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടാ നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിലേക്ക് ഇടണേ. തണുത്ത വെള്ളത്തിലിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റാട്ടാ. മാറ്റി വേറൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നോടൊന്ന് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ റെഡിയാക്കണ വരെ ഈ അരിപ്പയിൽ ഇരുന്നോട്ടെ. ഇതിൽ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഒരു വിസിൽ വിട്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ചിക്കൻ വെന്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഇരുന്ന് മാറ്റി ബോണൊക്കെ എടുത്ത് മാറ്റിയിട്ട് മുറിച്ചെടുക്കാം. ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. 2 മുട്ട പൊട്ടിച്ച് വെക്കണം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒന്ന് നമുക്ക് ചിക്കി മാറ്റി എടുക്കാം. കുറച്ച് വലിയ പീസായിട്ട് തന്നെ എടുക്കുക കേട്ടോ. മുട്ട റെഡിയായി. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പകുതി സവോള സോഫ്റ്റ് ആവാനേ പാടുള്ളൂ കേട്ടോ. കളറൊന്നും മാറരുത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ച് ചെയ്യാം. സവോള സോഫ്റ്റ് ആകുമ്പോൾ 1 തക്കാളി ചേർത്ത് കൊടുക്കാം. കുഴഞ്ഞു പോവൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. തക്കാളി സോഫ്റ്റായി. കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ച് ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. സോയ സോസും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി, 1/4 ടീസ്പൂൺ പഞ്ചസാര, പകുതി ക്യാപ്സിക്കം, പകുതി ക്യാരറ്റ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. 1 മിനിറ്റിൽ താഴെ. വേവിച്ച ചിക്കൻ എല്ലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം മുട്ട ഇടാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഫോർക്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നൂഡിൽസ് നമ്മുടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ഇത്രയേ ഉള്ളൂ കേട്ടോ. നൂഡിൽസ് റെഡിയായി. 2-3 സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റണതാണ്.
എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഈ നൂഡിൽസ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ. റെഡിയാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.